അനിഴം ഹോളിഡേയ്സിൻ്റെ രാവണൻ എന്ന് പറഞ്ഞ ബസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ബസ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിരിക്കുന്നതിനാണ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ബസ്സിനായിട്ട് ഇന്തോനേഷ്യയിൽ ആഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടൂറിസ്റ്റ് ബസ്സുകളുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കുറച്ച് ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. അതായത് അന്ന് നമ്മൾ 5 മാത്രമാണ് ചെയ്തത്. അപ്പോൾ വേറെ കുറേ അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ 5 ടൂറിസ്റ്റ് ബസ്സുകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 5 ടൂറിസ്റ്റ് ബസ്സുകളുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൻ്റെ തന്നെ നമ്മൾ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതിൽ വേറെ 5 ടൂറിസ്റ്റ് ബസ്സുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെയാണ്. അപ്പോൾ ഇതിൽ 5 ടൂറിസ്റ്റ് ബസ്സാണ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി എന്ന് പറയുന്നത് ഇതാണ്, ജയ് ഗുരുവിൻ്റെ ഗാങ്സ്റ്ററാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ ലുക്ക്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ലൈറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് സൈഡിലത്തെ ലുക്ക്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഇതേപോലെ ഗാങ്സ്റ്റർ ഒന്ന് കാണാം. അപ്പോൾ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബസ് ഏതാ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇതിഹാസമാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിങ് എനിക്ക് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ ലൈറ്റ് അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇൻറ്റീരിയർ ലുക്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്തിരിക്കുന്നതിനാണ് ഇങ്ങനെ. ലൈറ്റ് ഓഫ് ചെയ്ത ഈ ഒരു ലുക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ബസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി. അപ്പോൾ ഈ സൈഡിലെ ഗ്രാഫിക്സ് ഒക്കെ കണ്ടപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ട് ഇത് നമ്മുടെ അനിഴം ഹോളിഡേയ്സിൻ്റെ രാവണൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതിവിടെ മുന്നിൽ രാവണൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് അനിഴം ഹോളിഡേയ്സ്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഇതേപോലത്തെ കീപ് ഡ്രിഫ്റ്റിംഗ് ഫൺ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് അനിഴം ഹോളിഡേയ്സ് രാവണൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അനിഴം ഹോളിഡേയ്സിൻ്റെ രാവണൻ എന്ന് പറഞ്ഞ ബസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ബസ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ഒന്ന് കാണിച്ചത് പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് ഓൺ ചെയ്താലുള്ള ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ലൈറ്റ് ഇൻറ്റീരിയറിൽ വലിയ സംഭവമായിട്ട് കാണില്ല. പിന്നെ അതേപോലെ തന്നെ പുറത്ത് നോക്കുമ്പോൾ ലൈറ്റ് ഈ ഒരു രീതിയിലാണ് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ബസ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ബസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബസ്. ലണ്ടൻ്റെ ആണ്. ലണ്ടൻ്റെ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ ബസ്സാണ്. ലണ്ടൻ്റെ ബസ് നമ്മളോട് കുറേ പേര് ചോദിച്ചിരുന്നു അതിൻ്റെ മോഡുണ്ടോ മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ കുറേ പേര് കമൻറ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇത് ലണ്ടനാണ്, ലണ്ടൻ്റെ കല്യാങ്കാട്ട് നീലി. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ, അപ്പോൾ ഈ ബസ്സുകളൊക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അപ്പോൾ തന്നെ ഇതിൻ്റെ ലൈറ്റ് ഈ ഒരു രീതിയിലാണ്, നമ്മുടെ മറ്റേ ഇതിഹാസിൻ്റെ പോലെ തന്നെയാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നാലാമത്തെ ബസ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു വീഡിയോയിലത്തെ ലാസ്റ്റത്തെ ബസ്, അതായത് നമ്മുടെ അഞ്ചാമത്തെ ബസ് ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഈ ഒരു വീഡിയോയിലത്തെ ലാസ്റ്റത്തെ വണ്ടി. ഇത് നമ്മുടെ എവർസ്റ്റാറിൻ്റെ അമേരിക്കൻ ഈഗിൾ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ ഈ ഒരു ലുക്കാണ്. ഈഗിൾ എഫക്റ്റ് എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ട് അമേരിക്കൻ ഈഗിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈറ്റ്, ഇപ്പോഴത്തെ ലൈറ്റുകളാണ് ഇതിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയറിൽ അങ്ങനെ പ്രത്യേകിച്ച് ലൈറ്റില്ലേ, നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ കത്തുള്ളൂ. അപ്പോഴത്തേക്കുള്ള നമുക്ക് എന്തായാലും പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ഇതിൽ ആഡ് ചെയ്യാത്ത ഏതെങ്കിലും ബസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ബസ്സുകളൊക്കെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ബസ്സുകളൊക്കെ ഡൗൺലോഡ് ചെയ്തത്. സെഡോൺ ബസ് മോഡ് കേരള എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കുറേ ബസ് മോഡുകളുണ്ട്. അതിൽ നമ്മൾ 5 മാത്രം ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഈ അടിയിലുള്ള ഏരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബസ്സുകൾ കാണാം. അപ്പോൾ ഇതിപ്പോൾ ഏതാ ബസ് വേണ്ടതെന്ന് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ബസ് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് എക്സ്പ്ലോറിൻ്റെ ബസ് എടുത്തു. അപ്പോൾ അവിടെ 2 ഫയൽ കാണാം. അതിൽ ഫസ്റ്റത്തെ ഫയൽ എടുക്കുക. ഇവിടെ അടിയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ആവും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഫയൽ എടുക്കുക. ഇതും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ജസ്റ്റ് ബസ് ID ഡോക്യുമെൻറ്റ്സിൽ കൊണ്ടിടുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലിവറി അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഏത് ബസ് വേണമെങ്കിലും ഇതെല്ലാ ബസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോയിലേക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ പിന്നെ സംശയം കേൾക്കാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഏർപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.